ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യേണ്ടി വരുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഒരു 1 വീക്കായിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. കാരണം ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് ഞങ്ങൾ 3 പേരാണ് ഞങ്ങളുടെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എടുക്കുന്നത് എഡിറ്റ് ചെയ്യുന്നതൊക്കെ എൻ്റെ ജോലിയാണ്. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്കധികം വീഡിയോസൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ പ്രതീക്ഷിക്കാതെ ഇത്രയും പെട്ടെന്ന് നടക്കാൻ വയ്യാണ്ടായി. അങ്ങനെ കുറച്ച് സീരിയസ് ആയി. ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എമർജൻസി ആയിട്ട് തന്നെ അഡ്മിറ്റ് ആക്കണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അഡ്മിറ്റാക്കി ജസ്റ്റ് ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്ന് പറഞ്ഞിട്ട് ഒന്ന് ഇൻഫോം ചെയ്യാം എന്ന് കരുതി. പക്ഷേ ഒരു വീഡിയോ ചെയ്യാൻ പറ്റിയ സാഹചര്യമോ വീഡിയോ എടുക്കേണ്ട അത്രയും ഒരു സുഖമുള്ള അവസ്ഥയൊന്നും ആയിരുന്നില്ല. കാരണം അത്രയും പെയിൻഫുള്ളായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നത്. എനിക്ക് പെയിൻ കാരണം എൻ്റെ ബോഡി ഇങ്ങനെ നിവർന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയും ഒരു നമുക്ക് സഹിക്കാൻ പറ്റാത്തൊരു വേദനയിലിരിക്കുന്ന ടൈമിൽ അസുഖമാണ് എന്നുകൂടി പറയാൻ പറ്റാത്ത കണ്ടീഷനായിരുന്നു. പക്ഷേ ഇവിടെ വന്ന ശേഷം ഇപ്പോൾ ഒത്തിരി മാറ്റമുണ്ട്. ഇപ്പോൾ 8 ദിവസമായി ഞാൻ അഡ്മിറ്റായിട്ട്. ഇപ്പോൾ വന്നതിന് ശേഷം ഇന്നൊക്കെ ആയപ്പോൾ എനിക്ക് കുറച്ചൊന്ന് നിവർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട്. പെയിൻ ഉണ്ട് എങ്കിലും ബോഡി കൊണ്ടൊന്ന് നിവർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ഒന്ന് ജസ്റ്റ് സംസാരിക്കാനെങ്കിലും പറ്റുന്നുണ്ട്. അത് തന്നെ നമ്മൾ ദൈവത്തിന് ഒരുപാട് താങ്ക്സ് പറഞ്ഞു ഞാൻ. കാരണം ദൈവമേ, ഞാൻ വന്ന അവസ്ഥയിൽ നിന്ന് ഇത്രയും മാറിയല്ലോ, ഇത്രയും ഒരു സുഖം തന്നല്ലോ എന്ന് 1000 തവണ നന്ദി പറഞ്ഞു. ഇതിപ്പോൾ ഒരു 1 വീക്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റൊക്കെ കഴിയുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയി സാധാരണത്തെ പോലെ വീഡിയോസൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എനിക്ക് ഒന്ന് ക്യൂറായി വരണമെങ്കിൽ ഒരു 45 ഡേയ്സിൻ്റെ ട്രീറ്റ്മെൻറ്റെങ്കിലും എടുത്താൽ മാത്രമേ ഒന്ന് റിക്കവറായി വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ട്രീറ്റ്മെൻറ്റ് വേണ്ടാന്ന് പറഞ്ഞ് ഇറങ്ങിയാണെങ്കിൽ ഇതിലും സിറ്റുവേഷൻ വളരെ മോശമാകും. കാരണം നമുക്ക് എണീറ്റ് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ എന്ന് പറയുമ്പോൾ അത് ഭയങ്കര പെയിൻഫുള്ളാണ്. അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഡോക്ടർ പറയുന്ന അത്രയും ചികിത്സ എടുത്താൽ മാത്രമേ മുന്നോട്ട് കറക്റ്റായിട്ട് നമുക്കൊരു സുഖം കിട്ടത്തുള്ളൂ. പിന്നെ അലോപ്പതിയൊക്കെ ഫെയിലിയർ ആയതുകൊണ്ട് ഇത് ആയുർവേദ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ആയുർവേദത്തിൽ കുറച്ച് ടൈം വേണം. പക്ഷേ ആ ടൈം എടുത്താലും നമുക്ക് അത്രയും ഒരു സുഖം കിട്ടും. പിന്നെ ഈ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ടൈം അല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. ഇത് 4ാമത്തെ തവണയാണ്. ലാസ്റ്റ് ഞാൻ 2019 ഇങ്ങനെ ഒരു വയ്യായിക വന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത്. ഇപ്പോൾ പിന്നെ ഒരു 6 വർഷമൊക്കെ കഴിഞ്ഞു. അങ്ങനെ നല്ല ഹെൽത്തായിട്ട് അത്യാവശ്യം പോകണുണ്ടായിരുന്നു. പെട്ടെന്നാണ് നടുവിനൊരു വേദനയൊക്കെ വന്നു. സിറ്റുവേഷൻ പെട്ടെന്ന് ഭയങ്കരമായിട്ട് മാറി. ഡോക്ടർ ഇവിടെ വന്നപ്പോഴും പറഞ്ഞു കുറച്ച് കൂടുതലായിപ്പോയി, അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് 4ാമത്തെ ടൈമാണ്. ഞങ്ങൾക്കറിയാം ട്രീറ്റ്മെൻറ്റിന് വന്നാൽ കുറച്ച് ടൈം എടുക്കും. ഇത് ആയുർവേദ ഹോസ്പിറ്റലാണ്, ഗവൺമെൻറ് ആയുർവേദ ഹോസ്പിറ്റലാണ്. പക്ഷേ ഞങ്ങൾ ഇത്രയും ദിവസം എടുത്താലും ഇങ്ങോട്ട് തന്നെ വരുന്നത് ഈ ഹോസ്പിറ്റലിൽ ആ ട്രീറ്റ്മെൻറ്റിനോടുള്ള വിശ്വാസവും അതൊക്കെ കൊണ്ടാണ്. കാരണം ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ അഡ്മിറ്റ് ആകുന്നത് 2014 ഈ 2014 അഡ്മിറ്റ് ആകുമ്പോൾ ശരിക്കും ഞാനൊരു ജീവച്ഛവം പോലെയാണ് ഇവിടെ വരുന്നത്. അത്രയും ഇത് ഡോക്ടർ പറഞ്ഞു രക്ഷപ്പെടുമെന്ന് പോലും അറിയത്തില്ല എന്നുള്ള പറയുന്ന ഒരു സിറ്റുവേഷനിൽ ഇവിടെ വന്നു. ഒരുപാട് പെയിൻ അനുഭവിച്ചു. ഇവിടുത്തെ ഓരോ സിസ്റ്റേഴ്സും ഡോക്ടേഴ്സും അതുപോലെ ഇവിടുത്തെ ഓരോ സ്റ്റാഫും, ഈവൻ നമ്മുടെ ഇവിടെ തൂക്കുന്ന ആൻറ്റിമാർ, ക്ലീനിങ് സ്റ്റാഫ് വരെ നമ്മളെ അത്രയും കെയർ ചെയ്ത് അവരുടെയൊക്കെ ഒരു സപ്പോർട്ടും എല്ലാം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ലൈഫിലോട്ട് തിരിച്ചു വന്നത്. അപ്പോൾ നമുക്ക് തരുന്ന അവർ തരുന്ന ഒരു സപ്പോർട്ട്, സ്നേഹം, അവരുടെ ആ ട്രീറ്റ്മെൻറ്റ്, ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഫിസിയോതെറാപ്പിസ്റ്റിനൊക്കെ എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല. കാരണം അത്രത്തോളം അവരുടെ
അവരുടെ ആ ഒരു എഫേർട്ടിൻ്റെ ഫലമാണ് ഞാൻ ഇന്ന് ജീവിച്ചിരിക്കാൻ തന്നെ കാരണം. അങ്ങനെ പിന്നീട് ഞാൻ 2016 വീണ്ടും ട്രീറ്റ്മെൻറ്റ് എടുത്തു. പിന്നെ കുറച്ച് പറ്റാതിരുന്നു, 19 വീണ്ടും എടുത്തു. ഇപ്പോൾ വീണ്ടും അഡ്മിറ്റായി. കുഴപ്പമില്ല, പെട്ടെന്ന് റിക്കവർ ആവുമെന്ന് തന്നെ വിചാരിക്കുന്നു. അന്നിൽ നിന്ന് ഒരുപാട് മാറ്റമുണ്ട്. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ ബ്രേക്കുകൾ വന്നിട്ടുണ്ട് വീഡിയോസ് ഇടുന്നതിൽ. ആദ്യമായിട്ട് കുറേ ബ്രേക്ക് വന്നത് മോണിറ്റൈസേഷൻ്റെ കുറേ ഇഷ്യൂസ് വന്നപ്പോൾ ഞങ്ങൾക്ക് വീഡിയോസ് ഇടാൻ പറ്റാതെ അങ്ങനെയൊക്കെ ആയി. പിന്നെ അതിൻ്റെ പ്രോസസ്സൊക്കെ കഴിഞ്ഞപ്പം ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്ത് ചാനലൊക്കെ ഒന്ന് ക്ലിയർ ആക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ഒരു എഫേർട്ടിൽ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ റീസ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോൾ തന്നെ അമ്മ വീണു, അമ്മ ഹോസ്പിറ്റലൈസ്ഡ് ആയി. പിന്നെ 1 മന്ത് അമ്മയുടെ പുറകിലായിരുന്നു. അപ്പോഴും വീണ്ടും ലാഗ് വന്നു. പിന്നെ അമ്മയെ ഒന്ന് റിക്കവറാക്കി എടുത്തപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഇനി നമ്മളൊന്ന് ക്ലിയറായിട്ട് വീഡിയോസൊക്കെ ചെയ്ത് നമുക്കൊന്ന് കയറി വരണം, നമുക്ക് കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടണം, ഒന്ന് ബൂസ്റ്റ് ചെയ്ത് വരണമെന്നൊക്കെ ഭയങ്കര ആത്മാർത്ഥമായി വിചാരിച്ച് വീഡിയോ ചെയ്ത് തുടങ്ങിയപ്പോൾ ഞാൻ പോലും പ്രതീക്ഷിക്കാതെ അങ്ങ് പെട്ടെന്നൊരു വീഴ്ചയായിരുന്നു. എത്രയും പെട്ടെന്ന് ഞാൻ സുഖമായിട്ട് വരാൻ വേണ്ടി എല്ലാവരുടെയും ഒരു പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങളെ പരിഗണിക്കുകയും ഒക്കെ ചെയ്ത് ഞങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഞാൻ വിചാരിച്ചു ഹോസ്പിറ്റലിലാണേലും വീഡിയോ ഒക്കെ ഇടാതിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. ഇനി ഒരു 45 ഡേയ്സ് അങ്ങനെ പോകത്തില്ലേ. അപ്പോൾ ഹോസ്പിറ്റലിലെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എന്നാലാകുന്ന വിധം ഇട്ടങ്ങനെ പോകാമെന്നൊരു പ്ലാനിങ്ങിലിരിക്കുന്നു. എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല. എന്നാലും എല്ലാം ഓക്കെ ആവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം. അതിനിടയ്ക്ക് എൻ്റെ ഹെൽത്തൊക്കെ ഒന്ന് ശരിയാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. ബൈ ബൈ.